എല്ലാവർക്കും KM TV വെസ്റ്റേൺ വയലിൻ ലെസൺ 26 സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റാ കോഹൻ വയലിൻ എക്സസൈസ് ബുക്കിലെ സ്റ്റെപ്പ് 14 33 ആൻഡ് 34 എന്നീ ഈ രണ്ട് എക്സസൈസുകളാണ്. അതുകൂടാതെ നമ്മൾ ഈ സ്കെയിലുകളെ പറ്റി ഇന്ന് പഠിക്കും. വെസ്റ്റേൺ മ്യൂസിക്കിൽ സ്കെയിൽ തുടങ്ങുന്നത് സിയിൽ നിന്നുമാണ്. അപ്പോൾ സിയിൽ വരുന്ന എല്ലാ നോട്ടുകളും നമ്മൾ അറിയാം. സി മുതൽ നെക്സ്റ്റ് ഹയർ ഒക്ടീവിലെ സി വരെ എല്ലാ നോട്ടുകളും നാച്ചുറൽ നോട്ട്സ് അതിനകത്ത് വരുന്നത്. അപ്പോൾ സി കഴിഞ്ഞാൽ അടുത്ത സ്കെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഒന്ന് നോക്കാം നമുക്ക്. സി, ഡി, ഇ, എഫ്, ജി. സിയിൽ നിന്നും ഏത് നോട്ടാണോ അഞ്ചാമത് വരുന്നത് അതായിരിക്കും അടുത്ത മേജർ സ്കെയിൽ. അപ്പം ജി മേജർ സ്കെയിലിലെ ഷാർപ്പ് വരുന്ന നോട്ടെന്ന് പറയുന്നത് എഫ് ആയിരിക്കും. ജി മേജറിൽ. അപ്പം ജി മേജർ കഴിഞ്ഞാൽ അടുത്ത സ്കെയിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ജി മുതൽ കൗണ്ട് ചെയ്യണം. ജി, എ, ബി, സി, ഡി. അഞ്ചാമത് വരുന്നത് ഡി ആണ്. അപ്പം ഡി മേജർ സ്കെയിലാണ് അടുത്തത്. ഇനി ഞാൻ പറഞ്ഞു ജി മേജർ സ്കെയിൽ എഫ് ആണ് ഷാർപ്പ് വരുന്ന നോട്ട്. അപ്പോൾ ഡി മേജർ സ്കെയിലിൽ രണ്ട് ഷാർപ്പുണ്ട്. നിങ്ങൾ ആ ബുക്ക് നോക്കാമെങ്കിൽ അതിനകത്തുണ്ട്. ഡി മേജർ സ്കെയിൽ ആയതുകൊണ്ടാണ് രണ്ട് ഷാർപ്പ് ജി ക്ലഫ് കഴിഞ്ഞ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതേതാണെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ. എഫ്, ജി മേജറിനകത്ത് എഫ് ഷാർപ്പ്. അപ്പോൾ എഫിൽ നിന്നും കൗണ്ട് ചെയ്യണം. എഫ്, ജി, എ, ബി, സി. അപ്പോൾ ഡി മേജറിനകത്ത് വരുന്ന രണ്ട് ഷാർപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എഫ് ഷാർപ്പും സി ഷാർപ്പുമാണ് വരുന്നത്. അപ്പോൾ ഡി മേജർ കഴിഞ്ഞാൽ അടുത്ത സ്കെയിൽ ഡി, ഇ, എഫ്, ജി, എ മേജർ. എ മേജറിനകത്ത് 3 ഷാർപ്പുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ സിക്കകത്താണ് വന്നത് ഷാർപ്പ്, എഫും സിയും. അപ്പോൾ സി കഴിഞ്ഞുള്ള അഞ്ചാമത്തെ നോട്ട് എടുക്കണം. സി, ഡി, ഇ, എഫ്, ജി. അപ്പം എഫ്, സി, ജി ആണ് എ മേജർ സ്കെയിലിലെ ഷാർപ്പ് വരുന്ന നോട്ടുകൾ. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ചു പോവാം. ബാക്കി പോകെ ഞാൻ അത് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പം നമുക്ക് ഈ എക്സസൈസുകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് കാണാം. നമ്മൾ ബുക്കിലെ എക്സസൈസ് ഇതാണ്. സ്കെയിൽ ഓഫ് ഡി മേജർ കണ്ടു കാണും. എക്സസൈസ് ഫോർ ഹോൾ ബോ. ഈ രണ്ട് എക്സസൈസാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശേഷം അത് മുന്നോട്ട് പോകും നമ്മൾ. അപ്പോൾ നമുക്ക് ഈ രണ്ട് എക്സസൈസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു. അപ്പം വയലിൻ പഠിക്കുന്നവർ ദയവായിട്ട് ഈ പ്രോ മെട്രോണോം എന്നുള്ള ഒരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ. അതിൽ നിന്നും ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോണം. ഇതുകൊണ്ടാണ് നമ്മൾ മെട്രോണോം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ കണ്ടു കാണും, ഒരു ക്രോഷറ്റിൻ്റെ പടം കൊടുത്തിട്ട് 60 എന്ന് എഴുതിയിട്ടുണ്ട്. അവസ്ഥ നമുക്കാണെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്ത് നിങ്ങൾ വായിച്ചാൽ മതി. ആ അവസാനം സെറ്റ് ചെയ്തിട്ട് ഈ സെൻറ്ററിലെ സ്വിച്ച് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ മിനിമം ഒരു 70 അല്ലെങ്കിൽ ഒട്ടും വായിക്കാൻ വയ്യാത്തവരാണെങ്കിൽ 60 അത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ 80 70 അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാനിപ്പോൾ ഏതായാലും ചെയ്യാൻ പോകുന്നത് ഇതെടുത്തു. നമ്മൾ 80 അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് 80 80 ഇവിടുത്തെ നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് നോക്കുക. ഇനി നമുക്ക് വയലിൻ എക്സസൈസിലേക്ക് പോവാം.
ആദ്യം സ്കെയിൽ ഓഫ് ഡി മേജർ ആണ്. അപ്പൊ നമ്മൾ അത് വായിച്ചു തുടങ്ങേണ്ടതും ഈ തേർഡ് സ്ട്രിംഗ് എന്ന് വേണം ഡി വായിക്കാൻ. ഒരു ഒക്ടീവ് വായിച്ചാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡി മേജറിന്റെ സ്കെയിൽ വായിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ഒരു ഒക്ടീവ് സ്കെയിലാണ് നമ്മൾ ഈ വായിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ വേണം. ഇത് 33-ാമതുള്ള എക്സസൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 33 കഴിഞ്ഞ ഉള്ള ബുക്കിലെ മാർക്കിംഗ് എന്ന് പറയുന്ന ഷാർപ്പ് ട്രിപ്പിൾ ക്ലഫ് ആണ് ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് 2 ഷാർപ്പുണ്ട്. എഫും സിയും ഷാർപ്പാണ് ഡി മേജർ സ്കെയിലില്. അത് കഴിഞ്ഞ് 4/4 അതിന്റെ ടൈമിംഗ് ആണ്. എന്തൊന്നി വേണം. പിന്നെ ബോയുടെ മൂവ്മെന്റ് ആണ്. ആദ്യത്തെ ബോ താഴോട്ട്, രണ്ടാമത്തെ മേപ്പോട്ട്, മൂന്നാമത്തെ താഴോട്ട്, നാലാമത്തെ മേളോട്ട്. അപ്പൊ ഇനി അടുത്ത എക്സസൈസ് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സസൈസ് ഫോർ ഹോൾ ബോ. ഹോൾ ബോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ബോ ഈ എക്സസൈസ് പറയണം. 4 ബീറ്റ് ആണ് വരുന്നത്. ആദ്യത്തെ 2 ബാർ റെസ്റ്റ് എന്നുള്ളതാണ്. 2 എന്ന് എഴുതിയിട്ട് തടിച്ച് ഒരു ലൈൻ ഇട്ടേക്കുന്നത് 2 ബാർ റെസ്റ്റ്. അപ്പൊ 2 ബാർ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ നോട്ട് വാല്യൂ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് 4/4 ആ ടൈം. അപ്പൊ 2 ബാർ എന്ന് പറഞ്ഞാൽ 8 ബീറ്റ് റെസ്റ്റ് ആയിരിക്കും. നമ്മളത് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ഇവിടെ കൊടുത്തേക്കുന്ന എക്സസൈസ് ഇച്ചിരി ഡിഫറെന്റ് ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയാ വായിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കുക. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എഗൈൻ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കണം. വായിക്കുമ്പോൾ ഈ 1 എന്ന് എഴുതിയിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കണ്ട, ലാസ്റ്റിലത്തെ വായിച്ചു നിർത്തണം. അതോടൊന്ന് കാണിച്ചു തരാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2. ഇങ്ങനെ നിർത്തുക. ഇനി നമുക്ക് എക്സസൈസ് 35ലേക്ക് പോവാം. സെയിം ആണ് അതും. ലാസ്റ്റില് ഞാൻ മുമ്പ് പറഞ്ഞതില്ല എങ്കിലും അത് 2 തവണ വീതം വായിക്കണം. രണ്ടിടത്ത് സ്റ്റാർട്ടിങ്ങിലും 2 കുത്തുണ്ട്, എൻഡിങ്ങിലും 2 കുത്തുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. 1 2 3 4 1
1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. ഇങ്ങനെയാണ് ഈ എക്സസൈസ്. അപ്പോൾ ഇനി നമുക്ക് അതിനെ ചില സ്പീഡ് കൂട്ടി വായിക്കുന്നത് എങ്ങനെയാണെന്നൂടെ ഞാനൊന്ന് കാണിക്കാം. 33 എല്ലാം 2 തവണ തന്നെ വായിക്കണം. അപ്പോൾ ഒന്ന് നോക്കാം. 34. Exercise number 34. Exercise number. ഇങ്ങനെ ഇത് 2 തവണ വെച്ച് വായിക്കണം. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്കെയിലുകളെ ഒരു ചാർട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇടാം, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ. ആ ചാർട്ട് വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. മേജർ സ്കെയിൽ, മൈനർ സ്കെയിൽ, അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു പോവാം. പിന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത ക്ലാസ് നമ്മളെ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും തൽക്കാലത്തേക്ക് ഞാൻ വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.